നല്ല യാത്രാസുഖമൊക്കെ വളരെ അടിപൊളിയാണ്. ഓ എന്നായി പോയത്, റോക്കറ്റോ? ഓ ഈ വണ്ടി ആ വണ്ടിയും ഓ വീട്ടിൽ ചെന്നു തോന്നുന്നു. ഹലോ ഗായ്സ്, മല്ലു മാഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു വണ്ടി റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വണ്ടി റിവ്യൂ എന്ന് പറയുമ്പോൾ 2011 മോഡൽ ഹോണ്ട ഷൈൻ ടൈപ്പ് 1ൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്ര പഴയ വണ്ടിയുടെ റിവ്യൂ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പയ്യൻ അവൻ്റെ ഗ്രാൻഡ് ഫാദർ ഓടിച്ചുകൊണ്ടിരുന്ന ആ വണ്ടി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അത് അവന് കിട്ടി. ആ വണ്ടി ആകെ അവിഞ്ഞു പോയായിരുന്നു. എന്ന് വെച്ചാൽ ഓടിക്കാൻ പാകത്തിനല്ലായിരുന്നു. അവൻ്റെ സ്വന്തം പ്രയത്നം കൊണ്ട് ഒരു വർക്ക്ഷോപ്പിലും കൊണ്ട് കൊടുക്കാതെ അവൻ്റേതായിട്ടുള്ള കഴിവിൽ ആ വണ്ടി റീസ്റ്റോർ ചെയ്തിപ്പോൾ നല്ല രീതിയിൽ സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടിയുടെ അടുത്തേക്ക് പോകാം. അപ്പോൾ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ഹോണ്ട ഷൈൻ. ഏകദേശം ഒരു 1.5 ലക്ഷത്തോളം, ഏകദേശം ഒരു 50,000 രൂപയോളം മുടക്കിയിട്ടാണ് ഈ കാണുന്ന രീതിയിൽ ഈ വണ്ടി റീസ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ പറ്റും, നമ്മളിപ്പോൾ ഒരു ഷോറൂമിൽ നിന്ന് പുത്തൻ വണ്ടി മേടിച്ചിരിക്കുന്ന പോലെയാണ് ഇവൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അവൻ്റെ കഴിവെന്ന് വെച്ചാൽ അവൻ സ്വന്തം വീട്ടിൽ അവൻ്റേതായിട്ടുള്ള തനിയ രീതിയിൽ സാധനങ്ങളൊക്കെ സ്വന്തം മേടിച്ച് ഇങ്ങനെ ചെയ്തിരിക്കുന്നതാണ് ഇതിൻ്റെ റീസ്റ്റോറിൻ്റെ കാര്യങ്ങൾ. പിന്നെ എക്സ്ട്രാ കുറേ ഫിറ്റിങ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ ബൈക്കിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ ഓണറെ തന്നെ വിളിക്കാം. അലൻ എന്നാണ് അവൻ്റെ പേര്. പുള്ളി ഒരു മെക്കാനിക്കൽ സ്റ്റുഡൻ്റാണ്. പുള്ളിയുടെ സ്വന്തം വീട്ടിൽ തന്നെ പുള്ളി വർക്ക് ചെയ്തെടുത്തേക്കണെയാണ് ഈ ഹോണ്ട ഷൈൻ. അപ്പോൾ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എൻ്റെ കാര്യങ്ങളും പറഞ്ഞതിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ല. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ നമുക്ക് വണ്ടിയുടെ അതിൻ്റെ ഫ്രണ്ട് വശത്ത് നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ അതിൻ്റെ ഹെഡ്ലൈറ്റും വൈസറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്തത്? അത് എവിടുന്ന? എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആക്ച്വലി ഇത് പഴയൊരു ബൈക്കാണ്. അപ്പം നമ്മുടെ കേരളത്തിൽ ഈ ഷൈൻ അങ്ങനെ പൊതുവെ സെയിൽസ് ഇല്ല. പാർട്സ് കുറച്ച് കിട്ടാൻ പാടാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല. അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, യൂണിക്കോൺ 160 എന്ന് പറഞ്ഞൊരു മോഡലില്ലേ, സോറി 150 എന്ന് പറഞ്ഞത്, അത് കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഷൈൻ വളരെ ചുരുക്കമാണ്. പക്ഷെ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല, ഷൈനാണ് ഏറ്റവും കൂടുതലുള്ളത്. അതിൻ്റെ യൂണിക്കോൺ അങ്ങനെ ചുരുക്കമുള്ളൂ. അപ്പോൾ തമിഴ്നാട്ടിൽ പോകുമ്പോൾ അവിടുത്തെ ഷൈൻ്റെ പാർട്സ് ആയിരിക്കും പൊതുവെ കൂടുതലുണ്ടാവുക. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു, എന്നാൽ പിന്നെ നമുക്ക് കോയമ്പത്തൂർ പോയി പാർട്സ് എത്താലോ എന്ന് വിചാരിച്ചു. അവിടെ ഹോണ്ടയുടെ തന്നെ ഒറിജിനൽ സ്പെയർ കിട്ടുന്ന സ്ഥലമുണ്ട്. തനുഷ് ഹോണ്ട എന്നാണ് അവരുടെ പേര്. അവർ OEM പാർട്സ് ആണ് നൽകുന്നത്. അവിടെ പോയപ്പോൾ നമുക്ക് എല്ലാ പാർട്സും കിട്ടി. വേറെ ഒന്നും പോകേണ്ട ആവശ്യം വന്നില്ല. അവരെന്ന് പറയുമ്പോൾ എല്ലാം ഒറിജിനൽ തന്നെ അത്യാവശ്യം നല്ല റേറ്റിൽ എനിക്ക് തന്നു. പിന്നെ ഒരു ദിവസം കോയമ്പത്തൂർ പോകണമെന്ന് ഒരു ഇതേ ഉണ്ടായുള്ളൂ. പക്ഷേ നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്നു. ഒരു നമ്മളിപ്പോൾ വർക്ക്ഷോപ്പിൽ ഏകദേശം വണ്ടി കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ പോയാലും നല്ല, ഇപ്പം നീ മൊത്തം റീസ്റ്റോർ ചെയ്തതിന് ശേഷം ഇതിന് 50,000 രൂപയോളം ചിലവ് വന്നല്ലേ പറഞ്ഞത്? അപ്രോക്സിമേറ്റ് ഒരു 50 രൂപ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, കണക്കൂട്ടി വന്നത്. ഓക്കെ അങ്ങനെയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ലോക്ക് കാര്യങ്ങൾ അതിൻ്റെ എങ്ങനെയാണ്? അത് സ്വിച്ച് ഒന്നും മാറുന്ന ആവശ്യം വന്നില്ല. അതൊക്കെ പഴയത് തന്നെയാണ്. നമ്മുടെ കീസ് സ്വിച്ച് സെറ്റൊക്കെ പഴയതാണ്. അതിനൊന്നും കംപ്ലൈൻറ്റ് ഉണ്ടായില്ല. ഇന്നത്തെ എന്തെങ്കിലും മാറ്റങ്ങൾ കാര്യങ്ങൾ വരുത്തിയിട്ടുണ്ടോ? മാറ്റങ്ങളെന്ന് വെച്ചാൽ വേറൊന്നുമില്ല. ബേസിക്കലി എന്ന് വെച്ചാൽ ഇതിൻ്റെ നിങ്ങൾക്ക് ലോങ്ങിൽ നിന്ന് കാണുമ്പോൾ തന്നെ അറിയാം, ഇത് ഒരു 2012 കഴിഞ്ഞിട്ട് ടൈപ്പ് 1 എന്ന് പറഞ്ഞ മോഡൽ ചെറിയൊരു ഫേസ് ലിഫ്റ്റ് വന്നു. അതായത് ഈ ഗ്രാഫിക്സിലൊരു വ്യത്യാസം വന്നു. അപ്പോൾ ഞാൻ ആ ഒരു ഫേസ് ലിഫ്റ്റിലേക്ക് ആക്കി. അത്ര ഒരു വ്യത്യാസം ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ സെയിം ആണ്. അതായത് സ്റ്റിക്കർ വർക്കിലുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ. അതുപോലെ ഈ ഹാൻഡിൽ ബാറൊക്കെ ഒറിജിനൽ തന്നെയാണ്. ഇതൊക്കെ എല്ലാം ഒറിജിനലാണ്. ഇത് മാറ്റാനുള്ള കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അറിയാം, കുറേ നാൾ കഴിയുമ്പോൾ ഈ പ്ലാസ്റ്റിക് ഫെയ്ഡ് ആവുകയും മാറ്റി. അപ്പോൾ ഇതിൽ ഒരു എക്സ്ട്രാ ഫിറ്റിങ്സ് എന്ന് വെച്ചാൽ, ഞാനൊരു മറ്റേ ഹസാർഡാണ് ഞാൻ വെച്ചേക്കണേ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, പൊതുവെ ആൾക്കാർ ഹസാർഡ് ഫിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കോ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഒരു എക്സ്ട്രാ സ്വിച്ച് ഓൺ ആക്കുമ്പോഴാണ് 4 കത്തണേ. പക്ഷേ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒറ്റ സ്വിച്ചിൽ തന്നെ 4 ഇൻഡിക്കേറ്ററും തെളിയും.
ഓക്കെ, നോർമലി അതിപ്പോൾ ഇപ്പോൾ ബുള്ളറ്റിനായാലും എല്ലാത്തിനും ഇപ്പോൾ നോർമലി വരുന്നതാണ്. ഇപ്പോൾ ചില വണ്ടിക്ക് മറ്റേ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ഹോണ്ടയുടെ ഹോർനെറ്റിനുണ്ട്, എൻഡോർക്കിനൊക്കെ സ്റ്റാൻഡേർഡാണ്. അപ്പം ആ ഒരു ഇത് വെച്ചാണ് ഞാൻ ഇതുപോലെ തന്നെ ഞാൻ ചെയ്തത്. ഓക്കെ ഓക്കെ. അപ്പോൾ അതുപോലെ നമ്മൾ ടാങ്കിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴോ? ടാങ്കിലെന്ന് വെച്ചാൽ ഞാൻ ഒന്നും ചെയ്യില്ല, അത് ഫുൾ മറ്റേ റിസ്റ്റോർ ചെയ്തു. അതായത് ടാങ്കിൻ്റെ ഇവിടെ ചെറിയൊരു ഡെൻറ്റ് ഉണ്ടായിരുന്നു ഈ ഒരു ഭാഗത്തായിട്ട്, അത് നിവൃത്തി. എന്നിട്ട് ഞാനൊരു പെയിൻറ്റ് ചെയ്തു, പിന്നെ സ്റ്റിക്കർ ഒടിച്ചിട്ട് പിന്നെ ഫുൾ ക്ലിയർ കോട്ട് ചെയ്തു. ഓക്കെ. നമ്മൾ ഇതിനകത്ത് കമ്പനി പെയിൻറ്റ് അത് എങ്ങനെ പെയിൻറ്റ് ചെയ്തത് എന്ന് വെച്ചാൽ ഇവർക്ക് കംപ്ലീറ്റ് ഒരു കോഡുണ്ട്. ആ ബ്ലാക്കിനൊരു ജെറ്റ് ബ്ലാക്ക് എന്നാണ് അതിന് പറയണേ. അപ്പോൾ ആ കോഡായിട്ട് പെയിൻറ്റ് കടയിൽ പോയാൽ അവരത് കൃത്യമായിട്ട് മിക്സ് ചെയ്ത് തരും. പിന്നെ ഇതിൽ ഞാൻ ഉപയോഗിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ സാധാ പെയിൻ്റ് അല്ല. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു 2 ടൈപ്പ് പെയിൻ്റ് ഉണ്ട്. ക്ലാസ് എ, ക്ലാസ് ബി എന്ന് പറഞ്ഞ പെയിൻ്റ് ഉണ്ട്. ക്ലാസ് എ എന്ന് വെച്ചാൽ ആ പെയിൻറ്റ് ഭയങ്കര ലൈഫ് കൂടുതലായിരിക്കും. നമ്മുടെ ഈ ബെൻസ് BMW വരുന്ന ഒരു പെയിൻ്റാണത്. പിന്നുള്ളത് ക്ലാസ് ബി, അത് നമ്മുടെ സാധാ പെയിൻറ്റ്. അതിനൊരു 10 കൊല്ലമൊക്കെ ലൈഫ് ഉണ്ടാവുള്ളൂ. പക്ഷെ മറ്റേ പെയിൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു 15 കൊല്ലം ടു 20 കൊല്ലമൊക്കെയാണ് ലൈഫ് വരണേ. അപ്പോൾ ആ ഒരു പെയിൻ്റാണ് ഞാൻ ടാങ്കിന് മാത്രമേ യൂസ് ചെയ്തേക്കണേ. കാരണം ടാങ്ക് നമ്മൾ ഇങ്ങനെ ഒരു മെയിൻ ഒരു പാർട്ടായതുകൊണ്ടാണ് ഞാൻ അതിന് യൂസ് ചെയ്തത്. ഒരു 100 മില്ലിക്ക് എനിക്കൊരു 1000 രൂപ അടുത്തായി വില. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കും ആ ഒരു ഇതാണ് എനിക്ക് എക്സ്ട്രാ ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളൂ. ഓക്കെ. നമ്മളിപ്പോൾ എൻജിൻ്റെ ഭാഗത്തേക്ക് പോകണമെങ്കിലോ? എൻജിൻ്റെ ഭാഗത്ത് എൻജിൻ ഫുള്ളി മറ്റേ റീബിൽഡാണ്. അതായത് A to Z ക്രാങ്ക് ഷാഫ്റ്റ് തുടങ്ങി എല്ലാം ഞാൻ ഫുൾ റീബിൽഡ് ചെയ്തേക്കുവാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ഒറിജിനൽ എൻജിൻ, അതായത് നമ്മൾ പുതിയ വണ്ടി എടുക്കുമ്പോൾ എൻജിൻ്റെ അതേ പെർഫോമൻസും സ്മൂത്ത്നെസ്സും ആണ് ഇപ്പോൾ ഉള്ളത്. ബേസിക്കലി എൻജിൻ പണിയതിന് മാത്രമായിട്ട് ഒരു 15,000 to 16,000 രൂപ എനിക്ക് എക്സ്പെൻസ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിൽ കൊടുക്കുവാണെങ്കിൽ അതിൽ കൂടുതൽ അവർ മറ്റേ ലേബർ ചാർജും ഒക്കെ എക്സ്ട്രാ വരും. പിന്നെ അവർ ഒറിജിനൽ ഇടണമെന്നില്ല. ചിലതൊക്കെ മറ്റേ ക്രാങ്ക് ഷാഫ്റ്റിന് മറ്റേ ഷെയ്ക്ക് ഉണ്ടെങ്കിൽ ലേറ്റ് കൊടുത്ത് ശരിയാക്കിയുള്ളൂ. ഞാനത് അങ്ങനെ ഇത്രയും ചെയ്തിട്ട് അത് മാത്രം ശരിയായില്ലെങ്കിലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ക്രാങ്ക് ഷാഫ്റ്റ് വരെ മാറ്റിയത്. ബേസിക്കലി എൻജിൻ്റെ എല്ലാം ഒറിജിനൽ ഹോണ്ട എന്ന പാർട്സാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഒന്നും ഇതിൽ ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല. അപ്പോൾ ആ ഒരു ഫീലുണ്ട് എൻജിന്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് റൈഡ് ചെയ്യുമ്പോൾ ആ സ്മൂത്ത്നെസ്സും ആ ഒരു പെർഫോമൻസും ഒക്കെ ഉണ്ട്. കാരണം നമ്മൾ പൊതുവേ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് വരെ സിലിണ്ടർ കിറ്റൊക്കെ ഇടുകയെന്ന് വെച്ചാൽ ആ പഴയ ഒരു പെർഫോമൻസും മൈലേജും ഉണ്ടാവില്ല. അതിനേക്കാളും നല്ലതാണ് ഒറിജിനൽ പാർട്സ് തന്നെ ഇടുന്നുണ്ട്. അങ്ങനെയാണ്. ഗിയർ സിസ്റ്റം ഒക്കെ അത് തന്നെ? ഗിയർ സിസ്റ്റം ഒക്കെ അത് തന്നെ. മറ്റേ പെഡലും എന്ന് വെച്ചാൽ ഇതിൽ ബാക്കി ഞാൻ മാറ്റിയെന്ന് വെച്ചാൽ നെട്ടും ബോൾട്ടൊക്കെ കംപ്ലീറ്റ് ഞാൻ മാറ്റിയല്ല എല്ലാം. കാരണം എന്ന് വെച്ചാൽ നെട്ടും ബോൾട്ടും ഇത് GI കോട്ടൺ ആണ്. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ അതിൻ്റെ കോട്ടിംഗ് ഒക്കെ പോയിട്ട് മറ്റേ റെസ്റ്റ് ആവും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ബോൾട്ടെല്ലാം മാറ്റി, സ്ക്രൂവും ഒക്കെ മാറ്റി. അപ്പോൾ അങ്ങനെ ബോഡി പാർട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ ഈ സൈഡിൽ വരുന്ന ഈ പീസ് എന്ന് വെച്ചാൽ ഈ പീസുകൾ എനിക്ക് വേറെ മേടിക്കേണ്ടി വന്നു. കാരണം എന്താ വെച്ചാൽ ഇത് പണിയതിന് മുമ്പ് എന്ന് വെച്ചാൽ ഇതിന് മുമ്പത്തെ അവസ്ഥയിൽ ഞാനൊരു 3 പ്രാവശ്യം ബൈക്കിൽ നിന്ന് വീണായിരുന്നു. അപ്പോഴൊന്നും ഞാൻ ഒന്നും ചെയ്തില്ല. അപ്പോൾ ആ സമയത്തൊക്കെ ഈ സൈഡ് കവർ ഇവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഈ പീസൊക്കെ എൻ്റെ ലോക്കൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പീസ് ഫുൾ എനിക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വന്നു. അതാണ് ആ ഒരു മെയിൻ റീപ്ലേസ് ആയിട്ടുള്ളൂ. ചെയിൻ സ്പ്രോക്കറ്റൊക്കെ നമ്മുടെ മാറാറായിരുന്നു. അത് മൊത്തം തീർന്നില്ല. മൊത്തത്തിൽ ബൾക്കായിട്ടാണോ നമ്മൾ സാധനങ്ങൾ എടുത്തത്? ഞാൻ കോയമ്പത്തൂർ പോയിട്ട് ഒറ്റയടിക്ക് എടുത്തത്. എന്ന് വെച്ചാൽ ഒറ്റയടിക്കല്ല, മെയിൻ പാർട്സൊക്കെ ഞാൻ കോയമ്പത്തൂർ പോയി എടുത്തു. ബാക്കി നമ്മുടെ ചെറിയ ചെറിയ പാർട്സൊക്കെ എൻജിൻ്റെ പാർട്സ് കോയമ്പത്തൂർ പോയി എടുത്തത്. ബാക്കി നമ്മുടെ ഈ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആവശ്യം വന്ന ചെറിയ പാർട്സ് ഇല്ലേ, അതൊക്കെ നമ്മുടെ ഇവിടെ കോതമംഗലത്ത് അല്ലെങ്കിൽ പെരുമ്പാവൂർ അവൈലബിൾ ആയിരുന്നു, ഒറിജിനലാണ്. അങ്ങനെയാണ് ഞാൻ ഇപ്പം ചെയ്തത്. പിന്നെ ആ കൂടെ വേറെ വ്യത്യാസം, ഈ ഷോക്ക് അബ്സോർബർ ഒറിജിനൽ അല്ല. ഇത് നമ്മുടെ ഒരു TVSൻ്റെ സിറ്റി എന്ന് പറഞ്ഞ ഒരു ബൈക്കിൻ്റെയാണ് വന്നേക്കണത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യുവൽ സ്പ്രിംഗ് ആണ് വരണത്. അതുകൊണ്ട് തന്നെ യാത്രാ സുഖമുണ്ട്. നമുക്ക് ബാക്കിലിരുന്ന ആൾക്കാർക്ക് ആ ഒരു നമ്മുടെ നടുവിന് ആ ഒരു ഇടി ഫീൽ ചെയ്യണില്ല. അപ്പോൾ ഈ ഒരു ഷോക്ക് അബ്സോർബർ ഞാൻ റെക്കമെൻഡ് ചെയ്യാണ്. നമുക്ക് എല്ലാം വണ്ടിക്ക് വിട്ടാൽ വളരെ നല്ലതായിരിക്കും. നമ്മൾ സ്വന്തമായിട്ട് റീസ്റ്റോർ ചെയ്തപ്പോൾ എന്തെങ്കിലും പേടിയിട്ടായിരുന്നോ? ഇത് ഇല്ല, ഞാൻ പൊതുവേ അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ കാറിലാണെങ്കിൽ എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പം നമുക്ക് പണ്ടോട്ട് ഇതിനെ കുറിച്ചൊരു ഐഡിയ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു പേടിയില്ലായിരുന്നു. അങ്ങനെയാണ്. ഇതിന് മുമ്പ് ഞാൻ കുറേ ബൈക്ക് റീസ്റ്റോർ ചെയ്യുന്നുണ്ട്. വീട്ടിലുള്ള ബൈക്കാണെങ്കിലും അതെ ഫ്രണ്ട്സിൻ്റെ ബൈക്കൊക്കെ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു ഇത് വെച്ച് ഫുൾ അങ്ങോട്ട് ചെയ്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ വരുമ്പോൾ ഇനി നമുക്ക്
ഷോക്ക് ഒബ്സറിൻ്റെ ഫ്രണ്ടിലെ സ്റ്റമ്പ് സ്റ്റമ്പ് എന്ന് വെച്ചാൽ അത് ബേസിക്കലി എൻ്റെ ഓയിൽ സീൽ ഡാമേജ് ആയിരുന്നു. അതെല്ലാവർക്കും അറിയാം. കുറേ നാളാകുമ്പോൾ ഓയിൽ സീൽ ഡാമേജ് ആയിട്ട് ഓയിൽ മൊത്തം പുറത്തേക്ക് വരും. അപ്പോൾ അതിൻ്റെ ഓയിൽ സീൽ മൊത്തം ഞാൻ റീപ്ലേസ് ചെയ്തു. പിന്നെ സ്പ്രിങ് കംപ്രസ് ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്പ്രിങ് കംപ്രസ് ആകുമ്പോൾ ഇതിൻ്റെ ട്രാവൽ ഓഫ് ലെങ്ത് കൂടുതലായിരിക്കും. ഈ മഡ് ഗാർഡ് കൊണ്ടുപോയി നമ്പർ പ്ലേറ്റിൽ പോയി ഇടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ സ്പ്രിങ്ങും ഓയിൽ സീലും ഫ്രണ്ടിൽ ഞാൻ മാറി. അത്രേ ഉള്ളൂ. പിന്നെ ഫ്രണ്ട് ചെയ്ത് പിന്നെ ഫ്രണ്ട് മഡ് ഗാർഡ് റീപ്ലേസ് ആയിരുന്നു. മഡ് ഗാർഡ് നമ്മുടെ പഴയത് ഇങ്ങനെ ഫെയ്ഡായി പോയിട്ട് പൊട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. ക്യാരി ഗാർഡ് ഇതൊക്കെയോ? നമ്മുടെ ക്രാഷ് ഗാർഡ് ഞാനിത് യൂണിക്കോണിൻ്റെ ഉപയോഗിച്ചേക്കണം. നമ്മുടെ പഴയതെന്ന് വെച്ചാൽ തീരെ പഴയതല്ല, ഒരു 150യുടെ ക്രാഷ് ഗാർഡാണ് ഞാൻ വെച്ചേക്കണത്. അത് ഷൈനും ഒക്കെ കറക്റ്റ് സൂട്ടബിൾ ആണ്. അപ്പോൾ ഈ യൂണിക്കോണിൻ്റെ വയ്ക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഫോഗ് ലാമ്പ് വയ്ക്കാൻ എളുപ്പമാണ്. പിന്നെ കുറച്ചും കൂടി ബലമുണ്ട് ഷൈനിനേക്കാളും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ യൂണിക്കോണിൻ്റെ ക്രാഷ് ഗാർഡ് വെച്ചത്. ഇനി നമ്മൾ ഇപ്പോൾ സൈലൻസറിലേക്ക് വരുവാണെങ്കിൽ സൈലൻസർ എന്ന് പറയുമ്പോൾ ബേസിക്കലി പഴയത് തന്നെയാണ്. ഞാനത് ഒരു റിയമ്മിൻ്റെ സൈലൻസർ കോട്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്തേക്കണത്. അത് നമ്മുടെ പക്ക ഒറിജിനൽ നമ്മളാ ഷോറൂമിൽ നിന്ന് മേടിക്കുമ്പോൾ ഉള്ള ഒരു ഫിനിഷ് തന്നെ കിട്ടും. അത് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. മറ്റേ റെസ്റ്റ് ഉണ്ടാവില്ല. അത് വളരെ നല്ലൊരു സാധനമാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാം. ബൈക്കിൽ മാത്രമല്ല കാറിനാണെങ്കിലും ഉപയോഗിക്കാം. അത് അങ്ങനെ ഫീഡാവുകയില്ല. ആ ഒരു നല്ലൊരു ഒരു പ്രൊഡക്റ്റാണത്. നമുക്കിനി ബാക്കിലിനി മാറിയിട്ടുള്ളതെന്ന് വെച്ചാൽ ടയർ അല്ലേ? ടയർ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പഞ്ചറാവില്ലാത്തൊരു ടയറില്ലേ, ആ ഒരു ടയറാണ് ഉപയോഗിച്ചേക്കുന്നത്. പരസ്യം കാണിക്കുന്നില്ലേ, ആണി കയറിയാലും അത് തന്നെ. പിന്നെ എൻ്റെ ടയർ സൈസ് ഞാൻ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. ഇത് കമ്പനി വരേണ്ട 80 വരുന്നത്. ഇത് ഞാൻ 100 ആക്കിയേക്കുവാണ്. അപ്പോൾ ഇത്തിരി വീതി കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് വീതി മൈലേജ് ഒരു അങ്ങനെ വലിയ വ്യത്യാസം വരില്ല. വീതി ആ കൂടുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഇരിപ്പ് കിട്ടും. ആ ഒരു സുഖമുണ്ട്. പിന്നെ ആ ഒരു ഇതാണുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഷോക്ക് ഒബ്സറിനൊരു ഡിഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിന് ഇത്തിരി ഹൈറ്റ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സെൻറ്റർ സ്റ്റാൻഡിൽ ഇട്ടാലും ബാക്ക് വീല് നിലത്ത് മുട്ടിയിരിക്കും. ഓക്കെ. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ അതങ്ങനെ അത്ര വലുതായിട്ട് എനിക്ക് തോന്നിയില്ല. നമ്മൾ പെട്രോളിന്റെ ടാപ്പൊക്കെ പുതിയത് റീസ്റ്റോർ ചെയ്തേക്കുന്നല്ലേ? ടാപ്പിന് മറ്റേ ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പുതിയത് വെക്കേണ്ടി വന്നു. ഓക്കെ. ഇപ്പോൾ ഏകദേശം നമുക്ക് എത്ര മൈലേജ് കിട്ടും? മൈലേജ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇപ്പോൾ വെച്ചൊരു നമ്മൾ ഒരു പുതിയതായിട്ട് വണ്ടി എടുക്കുകയോ ഒരു എൻജിൻ പണി ചെയ്യുന്നത് വെച്ചാൽ ആദ്യത്തെ ഒരു 1000 to ഒരു 500 to 1000 കിലോമീറ്റർ നമ്മളൊരു 50-40 ഒരു സ്പീഡിലേ പോകാൻ പറ്റുള്ളൂ. ഒരു മിനിമം സ്പീഡ്. ഭയങ്കര എന്ന് വെച്ചാൽ നമ്മൾ മറ്റേ റേസ് ചെയ്ത് ചവിട്ടി പൊളിച്ചൊന്നും ഉപയോഗിക്കരുത്. ആ ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡ്, മറ്റേ സ്മൂത്തായിട്ട് ഗിയർ മാറുക, ആ ഒരു പീരീഡിലാണ് ഈ എൻജിൻ്റെ പിസ്റ്റനും മറ്റേ റിങ്സൊക്കെ ഒന്ന് സീറ്റ് ആവണം. അപ്പോഴാണ് നമുക്ക് പ്രോപ്പർ മൈലേജും ഭാവിയിലേക്കുള്ള പെർഫോമൻസും ഒക്കെ നല്ല കറക്റ്റായിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 556 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 750 കഴിയുമ്പോഴത്തേക്കും എൻ്റെ സെക്കൻഡ് ഓയിൽ ചേഞ്ച് മാറണം. എന്നിട്ട് പിന്നെ നമുക്ക് പയ്യെ സ്പീഡൊക്കെ കൂട്ടി ഒരു 70ലേക്കൊക്കെ പോവാം. ആരുടെയും സഹായം ഇല്ല അല്ലേ? ഇല്ല, സ്വന്തം. ഓക്കെ ഓക്കെ. പിന്നെ എന്താ നമ്മൾ ഓയിൽ ഏതാ? ഓയിൽ ഞാൻ ഉപയോഗിക്കാറുള്ളത് മറ്റേ മോട്ടോളിൻ്റെ ആണ്. അത് ഞാൻ പൊതുവേ എല്ലാവർക്കും സ്കൂട്ടറിനാണെങ്കിലും നല്ല ഓയിലാണ്. ഹോണ്ടയുടെ ഒറിജിനലിനേക്കാളും കുറച്ചുകൂടി നല്ലതാണ്. കാരണം മോട്ടോൾ ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യണമെന്ന് അറിയാം. പക്ഷേ അതിപ്പോൾ സ്കൂട്ടറിനാണെങ്കിലും ബൈക്കിനാണെങ്കിലും എല്ലാത്തിനും നല്ലതാണ്. ഇതിൻ്റെ ചേസും കാര്യങ്ങളൊക്കെ ബെറ്റർ ആയിരുന്നോ? ചേസൊക്കെ വലിയതെന്ന് വെച്ചാൽ പെയിൻറ്റ് മൊത്തം പോയിട്ടുണ്ടായിരുന്നു. പെയിൻറ്റ് പോയിട്ട് ഇങ്ങനെ ചെറിയ അവിടെയൊക്കെ മറ്റേ റെസ്റ്റ് ഉണ്ടായിരുന്നു. മറ്റേ ചേസൊക്കെ പഴയതാണ്. അത് ഫുൾ മറ്റേ റീപെയിൻറ്റ് ചെയ്തെടുക്കുക ചെയ്തത്. ബാക്കിലെ ബ്രേക്ക് ലൈറ്റിൻ്റെ കവർ ഞാൻ റീപ്ലേസ് ചെയ്തേ ഉള്ളൂ. ഉള്ളിലത്തെ ഇതിനൊന്നും കുഴപ്പമുണ്ടായില്ല. ബ്രേക്ക് ലൈറ്റിൻ്റെ ഈ കാണുന്ന കവർ മാത്രമേ ഞാൻ റീപ്ലേസ് ചെയ്തോളൂ. ആണല്ലേ? അതുപോലെ ഹെഡ്ലൈറ്റ് ആണെങ്കിലും അതിൻ്റെ ഗ്ലാസ് കാര്യങ്ങൾ. കാരണം ഇത് ഞാൻ പറഞ്ഞില്ല, ഞാനൊരു വീണപ്പോൾ ഈ ഫ്രണ്ട് പീസ് ഫുൾ ഡാമേജ് ആയിരുന്നു. അപ്പോൾ ഇത് ഇവിടെ എറണാകുളത്തൊക്കെ അന്വേഷിച്ചിട്ടൊന്നും കിട്ടാണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഫുൾ റിസ്റ്റോർ ചെയ്തപ്പോഴാണ് ഞാൻ കോയമ്പത്തൂർ പോയപ്പോൾ ഈ പാർട്സൊക്കെ കിട്ടി. അപ്പോൾ വൈസർ ഹെഡ്ലൈറ്റ് എൻ്റെ എല്ലാ സാധനവും കിട്ടിയായിരുന്നു. ഓക്കെ. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കണ്ടേ? അവൻ്റെ പണി കാര്യങ്ങളെങ്ങനെ വണ്ടിയുടെ എല്ലാം അറിയാവുന്ന നമുക്ക് നോക്കണ്ടേ? വണ്ടി ഇത്ര ഭയങ്കര ലുക്കൊക്കെയാണ്. അപ്പോൾ നമുക്കൊന്ന് ഓടിച്ചു നോക്കണം. ഓക്കെ. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് മിനിമം ഒരു
വണ്ടി 40 കിലോമീറ്റർ സ്പീഡിലാണ് പോകാൻ പറ്റുള്ളൂ. 40 50 കിലോമീറ്റർ വരെ. അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ വണ്ടിയുടെ പെർഫോമൻസിനെ അത് ബാധിക്കുമെന്നാണ് അവൻ പറഞ്ഞത്. എൻജിൻ്റെ കാര്യങ്ങൾ നമ്മൾ പുത്തൻ വണ്ടി എടുക്കുമ്പോൾ അവർ ഷോറൂമിൽ നിന്ന് പറയാറില്ല, അതുപോലെ തന്നെ വണ്ടി എന്തായാലും നല്ല സൂപ്പറായിട്ടാണ് അത് അവൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പുത്തൻ വണ്ടി ഷോറൂമിൽ നിന്ന് എടുത്ത പോലെ ഒരു ഫീൽ തന്നെയാണ്. വണ്ടിക്ക് അത്യാവശ്യം നല്ല പവറൊക്കെ ഉണ്ട്. ഏകദേശം നല്ല വണ്ടി എടുക്കുമ്പോൾ തന്നെ നല്ലൊരു സെറ്റപ്പ്, ഒരു കുതിപ്പൊക്കെ ഉണ്ട് വണ്ടിക്ക്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിൻ്റെ ഹോൺ കാര്യങ്ങളെല്ലാം, ഇൻഡിക്കേറ്റർ എല്ലാം വളരെ പെർഫെക്റ്റായിട്ടാണ് പുള്ളി ചെയ്തേക്കുന്നത് കേട്ടോ. പുള്ളിക്ക് അങ്ങനെ വേറെ വർക്ക്ഷോപ്പ് കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. വളരെ സ്മൂത്ത് തന്നെയായിട്ടാണ് പുള്ളി വീട്ടിൽ തന്നെ ചെയ്തേക്കുന്നത്. അത്യാവശ്യം ഹെഡ്സെറ്റ് അല്ല, അത്യാവശ്യം പെട്രോളിൻ്റെ ഏകദേശം 50 കിലോമീറ്ററോളം മൈലേജ് കിട്ടുമെന്നാണ് അവൻ പറഞ്ഞത് കേട്ടോ. നല്ല യാത്രാസുഖമൊക്കെ വളരെ അടിപൊളിയാണ്. ഓ എന്നായി പോയത്, റോക്കറ്റോ? ഓ ഈ വണ്ടി ആ വണ്ടി, ഓ വീട്ടിൽ ചെന്നു തോന്നും. ഓക്കെ.